ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്ത് തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം കർത്താവിനെ കാണാൻ അദമ്യമായി ആഗ്രഹിച്ച സക്കേവൂസ് എന്ന മനുഷ്യൻ്റെ കഥ നമ്മോട് പറയുന്നുണ്ട്. സക്കേവൂസിൻ്റെ കഥ നമുക്ക് വളരെ പരിചിതമാണ്. കർത്താവിനെ കാണാൻ അയാൾ വല്ലാതെ ആഗ്രഹിച്ചു. അയാൾ സിക്കമൂർ മരത്തേൽ കയറിപ്പറ്റി. കർത്താവ് അവിടെ ഒളിച്ചിരുന്ന സക്കേവൂസിനെ കണ്ടു. അയാളോട് അത്താഴമൊരുക്കാൻ ആവശ്യപ്പെട്ടു. കർത്താവിൻ്റെ നിറസാന്നിധ്യത്തിൽ സക്കേവൂസ് അനുതാപത്തിൻ്റെ കഥ പറഞ്ഞു. അവൻ്റെ മനസ്താപത്തിൽ സംപ്രീതനായ ഈശോ അവൻ്റെ മാനസാന്തരം മനസ്സിലാക്കി അവൻ്റെ തിരിച്ചുവരവ് ഗ്രഹിച്ച് അവൻ്റെ കുടുംബത്തിന് സമാധാനം ആശംസിച്ചു, രക്ഷ പ്രദാനം ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന മനോഹരമായ ഒരു സംഭവ വിവരണമാണിത്. പിന്നീട് സക്കേവൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില സംഗതികളെക്കുറിച്ച് എവിടെയോ വായിച്ചത് അച്ഛൻ ഓർക്കുന്നു. സക്കേവൂസിൻ്റെ ജീവിതം അതിനുശേഷം ഏത് തരത്തിലാണ് കടന്നുപോയത്, എന്താണ് പിന്നീടുള്ള സക്കേവൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? സാങ്കല്പികമായി മനോഹരമായ ഒരു കഥ അച്ഛൻ കേട്ടിട്ടുണ്ട്. സക്കേവൂസ് സ്വത്തിൽ പകുതി ദരിദ്രർക്ക് വാഗ്ദാനം ചെയ്തു. വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അയാൾ പറഞ്ഞത് കേട്ട പലരും വളരെ പെട്ടെന്ന് ഈ വാർത്ത പരസ്യമാക്കി എന്നാണ് കഥയുടെ ആരംഭഭാഗം. വളരെ പെട്ടെന്ന് സക്കേവൂസ് പറഞ്ഞത് നാടെങ്ങും വരുന്നു. പിറ്റേന്ന് തന്നെ നാട്ടിലുള്ളവർ അയാളുടെ വീട്ടിൽ വന്നു. അയാളുടെ സ്വത്തിൽ പകുതി പറഞ്ഞ നേരം കൊണ്ട് അവസാനിച്ച്. വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടി തിരികെ കൊടുത്തപ്പോൾ ബാക്കിയുള്ളതും അസ്തമിച്ച്. വീട്ടിൽ ദാരിദ്ര്യവും പരിവട്ടവും ആയി അത്രേ. ഭാര്യ സക്കേവൂസിനെ ഒത്തിരി കുറ്റം പറഞ്ഞു. നാട്ടുകാർ സക്കേവൂസിനെ ഒത്തിരി പരിഹസിച്ചു. യേശു എന്ന് പറയുന്ന ദൈവപുത്രൻ അയാളുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വന്നതിൻ്റെ ബാക്കി പത്രമായി എത്ര വലിയ അസ്വസ്ഥതകളാണ് സക്കേവൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് കഥയിൽ അച്ഛൻ വായിക്കണം. സക്കേവൂസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഭാര്യയിൽ നിന്നും കൂടപ്പറപ്പുകളിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ സക്കേവൂസ് പിറ്റേ ദിവസം മുതൽ വെളുപ്പിനെ പുറത്തിറങ്ങിപ്പോയി. ഭാര്യ അയാളോട് ചോദിച്ചു, വൈകുന്നേരം കയറി വന്നപ്പോൾ എവിടെ പോയി? അയാൾ പറഞ്ഞു, നീ അറിയണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ഒന്ന് സമാധാനമായിട്ടിരുന്നോട്ടെ. ഇത് കേട്ട ഭാര്യയ്ക്ക് ഒത്തിരി അസ്വസ്ഥത കൂടുതലുണ്ടായി എന്നാണ് അച്ഛൻ മനസ്സിലാക്കിയത്. ഭാര്യ അസ്വസ്ഥത കൂടുതലായി ഭാര്യയ്ക്ക്. ഭാര്യ ചോദിച്ചു, താൻ എവിടെ പോകണം? താൻ എന്തിന് വീട് വിട്ടിറങ്ങണം? ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ വീട്ടിലുണ്ട് എന്ന് വെച്ച് വീട് വിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. സക്കേവൂസ് ഭാര്യയോട് രഹസ്യം വെളിപ്പെടുത്തിയില്ല. ഭാര്യ തൻ്റെ പ്രിയപ്പെട്ട മകനെ പറഞ്ഞു വിട്ടെന്നാണ് പറയണത്. അവൻ സക്കേവൂസിൻ്റെ അപ്പൻ്റെ പിന്നാലെ പോയി. അവൻ കണ്ടെത്തിയത് മറ്റൊന്നുമല്ല, അപ്പൻ റോഡ് സൈഡിലുള്ള ഒരു മരത്തേൽ കയറിയിരിക്കുന്നുണ്ട്. വളരെ ആകുലപ്പെട്ടാണ് മകൻ ഈ കാഴ്ച നോക്കി നിന്നത്. ഭയങ്കര ടെൻഷൻ അവനുണ്ടായി. അപ്പൻ എന്തിന് മരത്തേ കയറണം? സക്കേവൂസ് മരത്തേൽ പെടച്ചു കയറി. ആ മരത്തിനുള്ളിൽ അയാൾ ഒളിച്ചിരുന്നു. അയാൾ അവിടെ ഇരുന്ന് വലിയ വായിൽ നിലവിളിച്ച്. വൈകുന്നേരം ആയപ്പോൾ അയാൾ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് നടന്നു.
പിന്നാലെ വന്ന മകൻ അമ്മയുടെ അടുത്ത് സംഗതികളൊക്കെ ധരിപ്പിച്ച്. അപ്പൻ റോട്ടിലൂടെ നടന്നതും മരത്തിൻ്റെ കടയ്ക്കൽ കുറേ നേരം മുകളിലേക്ക് നോക്കി നിന്നതും പിന്നീട് മരത്തേലേക്ക് പെടച്ച് കയറിയതും മരത്തിനുള്ളിൽ ഇലകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന് കരഞ്ഞതും വൈകുന്നേരം തിരിച്ചിറങ്ങിയതും വീട്ടിലേക്ക് നടന്നതുമൊക്കെ ഈ പ്രിയപ്പെട്ട മോൻ അമ്മയെ ധരിപ്പിച്ചു. രാത്രി കിടക്കാൻ നേരം ഭാര്യ സക്കേവൂസിനോട് ചോദിച്ചു അത്രേ, താൻ എന്തിനാ മരത്തുമ്മ കയറിയത്? ഞെട്ടിത്തെറിച്ച് സക്കേവൂസ് ഭാര്യയോട് ചോദിച്ചു, നീ എങ്ങനെ അറിഞ്ഞ് ഞാൻ മരത്തെ കയറിയ കാര്യം? ഭാര്യ പറഞ്ഞു, ഞാൻ തൻ്റെ ഭാര്യയാണ്, ഭാര്യയിൽ നിന്നൊന്നും ഒളിക്കാൻ പാടില്ല, എനിക്കറിയാം താൻ മരത്തെ കയറിയ കാര്യം. എന്തിന് സക്കേവൂസെ താൻ മരത്തെ കയറി? താൻ സത്യം വെളിപ്പെടുത്തണം. പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യരുത്. ഭാര്യ സക്കേവൂസിനെ ഉപദേശിച്ചു. പിടിവിട്ട സക്കേവൂസ് ഭാര്യയോട് പറഞ്ഞത്രേ, പിടിവിട്ട സക്കേവൂസ് ഭാര്യയോട് പറഞ്ഞു, നീ റോഡ് സൈഡിൽ ഒരു മരം കണ്ടിട്ടുണ്ടോ? അവൾ പറഞ്ഞു, ഏത് മരം, ഏത് റോഡ്? ഞാൻ കണ്ടിട്ടില്ല. സക്കേവൂസ് പറഞ്ഞു, എടി, നമ്മുടെ പ്രധാന വഴിയിൽ സൈഡിൽ ഒരു മരമുണ്ട്. ഏതു മരം? സക്കേവൂസ് വീണ്ടും പറഞ്ഞു, ആ മരത്തിൻ്റെ പേര് സിക്കമൂർ എന്നാണ്. നീ കണ്ടിട്ടില്ലല്ല? ഇല്ല. നിനക്കറിയോ, നിറയെ പച്ചപ്പുള്ള ഒരു മരമാണത്. യേശു അതുവഴിയെ വരുന്നുണ്ടെന്ന് കേട്ട് പലവട്ടം ആഗ്രഹിച്ച് ഞാൻ കാത്തു നിന്നു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ, യേശുവിനെ ഒന്ന് അടുത്ത് കാണാൻ, ഒന്ന് പരിചയപ്പെടാൻ, എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ വാങ്ങാൻ. ദൈവത്തിൻ്റെ പുത്രനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, വലിയ പ്രവാചകനാണെന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ യേശുവിനെ കാണാൻ വേണ്ടി വഴിയറമ്പിൽ പലവട്ടം കാത്തുനിന്ന് പലപ്പോഴും ജനക്കൂട്ടം കാരണം, പൊക്കമുള്ളവരുടെ തടസ്സം കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല. അവസാനം ഗതി മുട്ടി ഞാൻ ഓടി ഈ മരത്തിൻ്റെ മുകളിൽ കയറി. അന്ന് അതാണ് സംഭവിച്ചത്. ഈ മരത്തിൻ്റെ മുകളിൽ ഞാൻ കയറാൻ കാരണമുണ്ട്. ഭാര്യ ചോദ്യഭാവത്തിൽ സക്കേവൂസിനെ നോക്കി. അയാൾ പറഞ്ഞു, ഈ മരം നിറയെ ഇലയാണ് മകളെ, ഈ മരം നിറയെ ഇലയാണ്. ഒരിക്കലും അതിനകത്തിരിക്കുന്ന ഒരാളെ താഴെക്കൂടെ പോകുന്ന ഒരാൾ കാണില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടണ്ടെന്ന് കരുതി ആരും കാണാതിരിക്കാൻ വളരെ ബോധ്യത്തോടെയാണ്, തീരുമാനത്തോടെയാണ് ഞാൻ ഈ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയത്. നിനക്കറിയോ, ഒരാൾ പോലും എന്നെ കണ്ടില്ല. ജനക്കൂട്ടം മുഴുവനും ഈ മരത്തിനടിയിലൂടെ നടന്നുപോയി, ഒരാൾ പോലും എന്നെ കണ്ടില്ല. ഓക്കെ, പക്ഷെ നിനക്ക് മനസ്സിലാക്കണം, എന്ത്? അവൻ യേശു എന്നെ കണ്ട്. യേശു എന്നെ കണ്ട്. എനിക്കിന്നും അത്ഭുതമാണ്, ഇമ്മാതിരി ഇലച്ചാർത്തുള്ള ഒരു മരത്തിനുള്ളിൽ ഞാൻ ഒളിച്ചിരുന്നിട്ട് എങ്ങനെ ഇവൻ എന്നെ കണ്ടുപിടിച്ച്? എനിക്കിന്നും അത്ഭുതമാണ്. ഭാര്യ പറഞ്ഞു, അതുകൊണ്ട് ഇപ്പം എന്തിനാ അവിടെ പോയിരിക്കുന്നത്? സക്കേവൂസ് ഭാര്യയോട് പറഞ്ഞു, എൻ്റെ ജീവിതം വല്ലാത്ത വേദനയിലൂടെ കടന്നു പോവാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തരം, ഞാൻ ആ മാനസാന്തരത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്ത തീരുമാനങ്ങൾ, അതെല്ലാം എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനാക്കുകയാണ്. ആരും എന്നെ മനസ്സിലാക്കണില്ല. നീ പോലും എന്നെ അറിയണില്ല. നിനക്ക് പോലും എൻ്റെ മനസ്സ് തിരിച്ചറിയാൻ പറ്റണില്ല. എൻ്റെ മക്കൾക്ക് എന്നെ മനസ്സിലാവില്ല. എൻ്റെ നാട്ടുകാർക്ക് എന്നെ മനസ്സിലാവണില്ല. എൻ്റെ ബന്ധുക്കൾക്ക് എന്നെ മനസ്സിലാവണില്ല. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തണു, എല്ലാവരും എന്നെ പരിഹസിക്കണു. സക്കേവൂസ് പറഞ്ഞു, പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവളെ, ആ മരത്തിൻ്റെ മുകളിൽ ഞാൻ കയറിയിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് എനിക്ക് തരുന്നൊരു ബോധ്യമുണ്ട്. എന്ത്? എൻ്റെ ക്രിസ്തു എന്നെ കാണുന്നുണ്ട്, എൻ്റെ യേശു എന്നെ മനസ്സിലാക്കുന്നുണ്ട്. അന്ന് മരത്തിനടിയിലൂടെ പോയവരാരും എന്നെ കണ്ടില്ല, പക്ഷേ അവൻ എന്നെ കണ്ടു. ഇന്ന് ആരും എന്നെ മനസ്സിലാക്കണില്ല, പക്ഷേ അവൻ എന്നെ മനസ്സിലാക്കും.
ഇന്നാരും എൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തെ തിരിച്ചറിയുന്നില്ല. ഞാൻ എങ്ങനെ നല്ലവനാകാൻ പരിശ്രമിക്കുന്നു, ഒരു പുനർജന്മം ഞാൻ എന്തുമാത്രം കൊതിക്കുന്നു എന്ന കാര്യം നീ പോലും തിരിച്ചറിയണില്ല. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ ക്രിസ്തു എന്നെ മനസ്സിലാക്കും. ഈ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് വലിയ സമാധാനമാണ്, എൻ്റെ ഹൃദയത്തിന് വലിയ സന്തോഷമാണ്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കഥ അച്ഛനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുത്തി. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഈ സ്റ്റോറി. എൻ്റെ വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും തത്തുല്യമായ അനുഭവങ്ങളിലൂടെ നമ്മളും കടന്നു പോകും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ തള്ളിപ്പറയും. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകൾ കൂട്ടുകാർ പോലും ചിലപ്പോൾ മനസ്സിലാക്കില്ല. നമുക്ക് വന്നുപോയ ചില അപകടങ്ങൾ, ചില അപജയങ്ങൾ, ചില തെറ്റുകൾ, അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളോട് അനുഭാവം പ്രകടിപ്പിക്കാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ വല്ലാണ്ട് കൊതിക്കും. അതുകൊണ്ട് ഈ കഥ കേട്ട നിങ്ങളോട് ഓരോരുത്തരോടും അച്ഛൻ ഓർമ്മപ്പെടുത്തുക, നമുക്കും വേണം ഒരു സിക്കമൂർ മരം. നമുക്കും വേണം ഒരു സിക്കമൂർ മരം. എവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ദൈവം എന്നെ ഏറ്റവും നന്നായി കാണുന്നത്? എവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ദൈവം എന്നെ മനോഹരമായി മനസ്സിലാക്കുന്നത്? എവിടെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്? ഇത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അച്ഛന് തോന്നുകയാണ്. മുട്ടിന് നിത്യാരാധന ഇടങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമുക്ക് പരിചയമുള്ള പല സ്ഥലങ്ങളുമുണ്ട്. നിനക്കൊരു സിക്കമൂർ മരം കണ്ടെത്തിക്കൂടെ? ഏതെങ്കിലും ഒരു നിത്യാരാധന ചാപ്പലിൽ കയറിയിരിക്കുമ്പോൾ നിൻ്റെ ദൈവത്തെ നിനക്ക് അടുത്ത് അനുഭവിക്കാനാകുമെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിന് ഒരു വലിയ ഊന്നുവടിയാവില്ലേ? ചിലർക്ക് കുടുംബം ഒരു സിക്കമൂർ മരമാവേണ്ടതുണ്ട്. ജോലി കഴിഞ്ഞ് ഓടി വീട്ടിലെത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സിക്കമൂർ അവൻ്റെ വീടായിരിക്കണം. ചില സമയങ്ങളിൽ നമ്മുടെ ദൈവത്തെ നമ്മൾ കണ്ടെത്തുന്നത്, അവൻ്റെ മുഖഭാവങ്ങൾ നാം തിരിച്ചറിയുന്നത് നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ്. ഒരു പക്ഷേ നമ്മുടെ വീട് നമുക്കൊരു സിക്കമൂർ മരമാകാം. ചില കൂട്ടുകാർ ചിലർക്ക് സിക്കമൂർ മരമായിട്ട് പരിണമിക്കും. കർത്താവിൻ്റെ വചനം ചിലർക്ക് സിക്കമൂർ മരമായിട്ട് മാറും. സത്യവേദ പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ അതിലെ ചില അക്ഷരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചില വാചകങ്ങൾ ആശ്വാസമായി, വലിയ സമാധാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ വചനഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ ഒരു സിക്കമൂർ മരമായി പരിണമിക്കുകയാണ്. കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ, ഏതാണ് നിൻ്റെ സിക്കമൂർ? എവിടെയായിരിക്കുമ്പോഴാണ് നിൻ്റെ ദൈവത്തെ നീ ഏറ്റവും കൂടുതൽ അറിയുന്നത്, അനുഭവിക്കുന്നത്? നമ്മളൊക്കെ ഒത്തിരി വചനം വായിക്കുന്നവരും ധ്യാനിക്കുന്നവരുമാണ്. മുഖത്ത് നോക്കി ആരെങ്കിലും ചോദിക്കുകയാണ്, ഏതാണ് നിൻ്റെ വചനം? ഏതാണ് നിൻ്റെ വചനം? ഏത് വചനമാണ് നിൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത്? നമുക്കെല്ലാവർക്കും വേണം ഒരു വചനം ഊന്നുവടിയായി ഒരു വചനം നമുക്കെല്ലാവർക്കും വേണം. അത് ഏത് വചനവുമായിക്കൊള്ളട്ടെ, ഒരു വചനത്തെ നീ കണ്ടെത്തണം. കാരണം നിൻ്റെ ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ വീണ്ടും നിന്നെ ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും നിനക്കൊരു സിക്കമൂർ മരം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാം. എൻ്റെ സിക്കമൂർ മരം ഏതാണ്? എവിടെയായിരിക്കുമ്പോഴാണ് എൻ്റെ ദൈവം എന്നെ കാണുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, അച്ഛൻ ആവർത്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മക്കൾ ഉപേക്ഷിച്ചു പോകുന്ന മാതാപിതാക്കളുണ്ട്.
ദൂരസ്ഥലത്തിരുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ യഥാവിധി മനസ്സിലാക്കി പ്രതികരിക്കാനാവാത്ത ഒത്തിരി ബന്ധുക്കളും സ്വന്തക്കാരും നമുക്കുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അവർ നമ്മളെ അവഗണിക്കും, ഒരുപക്ഷെ അവർക്ക് നമ്മെ ആശ്വസിപ്പിക്കാൻ സാധിക്കാതെ വരും. ഇത്തരത്തിൽ കുടുംബത്തിലും ആയിരിക്കുന്ന അവസ്ഥയിലും വല്ലാതെ വേദനിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ജീവിത പങ്കാളി യഥാവിധി എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പരിഭവിക്കുന്നവരുണ്ട്. മദ്യപാനത്തിനും മറ്റു പലതരത്തിലുള്ള ദുസ്തഴക്കങ്ങൾക്കും അതുമൂലം അടിമകളായി പോകുന്നവരുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ആവശ്യത്തിന് അല്ലെങ്കിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ വേദനിക്കുന്നവരുണ്ട്. ഒത്തിരി സമൂഹത്തിന് വേണ്ടിയും ഏൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടിയും കഷ്ടപ്പെട്ടിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കൂട്ടായിട്ട് ആരുമില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള നമുക്കെല്ലാവർക്കും സക്കേവൂസ് കണ്ടെത്തിയ ഒരു സിക്കമൂർ മരം ആവശ്യമാണ്. അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കൂടുതലായിട്ട് അറിയും. അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കും. അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദൈവമായിട്ട് എനിക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സിക്കമൂർ നമ്മൾ കണ്ടെത്തണം. ആ കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം, ആ കർത്താവിനെ നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മെ അറിയും പോലെ നമ്മളെ അറിയാൻ നമുക്ക് വേറെ ആരുമില്ല. അവൻ നമ്മെ മനസ്സിലാക്കും പോലെ നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് വേറെ ആരുമില്ല. ഈ ലോകം മുഴുവനും നമുക്കെതിരെ നിൽക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ സിക്കമൂർ മരത്തിൽ ഞാനിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കാണുന്നു, എന്നെ കരുതുന്നു, എന്നെ കാക്കുന്നു എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിന് വലിയൊരു ബലം തരും. അത് നമ്മുടെ അനുദിന ജീവിതത്തെ, ഭാവി ജീവിതത്തെ ദൃഢപ്പെടുത്തും. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, ഈ വലിയൊരു ബോധ്യം നീ എനിക്ക് താ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ ആരും എന്നെ തിരിച്ചറിയുന്നില്ലെന്നും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെന്നും ഞാൻ വല്ലാണ്ട് പരിഭവിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ലെന്ന ചിന്ത എന്നെ പലപ്പോഴും തളർത്തിക്കളയണം. എൻ്റെ ജീവിതത്തിൻ്റെ തെറ്റിൻ്റെ വഴികളിൽ, ചിലപ്പോൾ സംഭവിച്ച ചില അവിവേകത്തിൻ്റെ മേഖലകളിൽ എന്നെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നവരും തള്ളിപ്പറയുന്നവരും പരിഹസിക്കുന്നവരും ധാരാളമുണ്ട്. ദൈവമേ, പക്ഷെ നീ എന്നെ തിരിച്ചറിയുന്നു എന്ന ബോധ്യം, നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത എൻ്റെ ജീവിതത്തെ, എൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തട്ടെ. ദൈവമേ, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന്, ഞാൻ ഒരിക്കലും തനിച്ചാകാൻ നീ ഇടവരുത്തില്ലെന്ന്, നീ എല്ലായ്പ്പോഴും എൻ്റെ കൂടെയുള്ള ദൈവമാണെന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടത്ത് ഞാൻ കയറിയിരിക്കുമ്പോൾ, ഞാൻ ആയിരിക്കുമ്പോൾ നീ എന്നെ കാണുന്ന ദൈവമാണെന്ന് തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ നീ എന്നെ പഠിപ്പിക്കണേ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആമേൻ.